ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അയ്യോ, അപ്പം ഞങ്ങൾ വെറുതെ കുറേ നാളായി വൈകുന്നേരമൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ട്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ലേറ്റ് ആയതുകൊണ്ട് നടക്കാനൊക്കെ കുറച്ച് മടിയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അല്ലേടാ? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞേക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിൽ ചെമ്പലും അത് ഞാൻ വെച്ച് തരാം. മതി മതി. അത് വീർപ്പിക്കാൻ കുഞ്ഞിനെ അറിയത്തില്ല. ഇത് കണ്ടോ, ഒരു ചേമ്പിൻ്റെ കാട്. ഇത് എന്ത് ചേമ്പാണെന്ന് അറിയില്ല. കണ്ടാലേ നമ്മൾ കറി വെക്കുന്ന ചേമ്പ് പോലെ ഉണ്ട്, പക്ഷെ അത് കറി വെക്കുന്ന ചേമ്പല്ല എന്നാ തോന്നുന്നത്. അല്ല, നല്ല രസമുണ്ട് ആ ചേമ്പ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കറി വെക്കുന്ന ചേമ്പ് പോലെ തന്നെയാണ്, പക്ഷെ അത് കറി വെക്കുന്ന ചേമ്പാണോ എന്നറിയില്ല. ആ ഇലയൊക്കെ പോലെ തന്നെ അതിൻ്റെ കാടാന്ന് തോന്നുന്നു, ചേമ്പിൻ്റെ കാട്. അതിനിടയിൽ ഇതാ ഒരു പശു അതിനിടയിൽ കയറി നിന്ന് പുല്ല് തിന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നടക്ക് നടക്ക്, അതെടുക്കണ്ട. അപ്പം ഞങ്ങൾ നടന്നതാ. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. ഷാമിക എന്നെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ ആ ഒരു അമ്പലത്തിൽ കയറിയുന്നത്. ആ കാണുന്ന അമ്പലം കേട്ടോ. ഇവിടുത്തെ അമ്പലം നിങ്ങൾ കണ്ടോ? ഒരു പ്രത്യേക രീതിയിലാട്ടോ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു വീഡിയോ ചില സമയത്ത് ഇടാറില്ലേ, അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ തന്നെയാണ് കേട്ടോ ആ അമ്പലം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നടന്ന് നിങ്ങളെ ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇത് നിറയെ പാടമാണ്. പാടം, ഇത് ചെറിയൊരു പാടമാണ്. അതിനകത്ത് ഫുള്ള് ചീര നട്ടേക്കുക കേട്ടോ. കാണിച്ചു തരാവേ. ഇത് ഇത് ചുമല ചീര. അതിനിടയിൽ പയർ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഇതാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് നമുക്ക് വളർന്നു കഴിയുമ്പോഴത്തേക്കിന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാവേ. ഇത് നന്നായിട്ട് വളരത്തില്ലേ? വളർന്നു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പച്ചയും ചുമലയും എല്ലാം കൂടെ നല്ല രസം. ഇതിങ്ങനെ അവരിങ്ങനെ വിതറിയേക്കുന്നതാട്ടോ. വിത്ത് ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നതല്ല, അവരിങ്ങനെ വിത്ത് വിതറിയേക്കുന്നതാട്ടോ. നെൽവിത്ത് വിതറുന്നില്ലേ, അതുപോലെ വിതറിയേക്കുന്നതാട്ടോ. മാറ്റി മാറ്റി നട്ടതല്ല. മാറ്റി മാറ്റി നട്ടതാണ്. ഇങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ, കൂടി ഇരിക്കത്തില്ല. നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നൊന്ന് കാണിക്കാം. പയറുണ്ട്, ചെറിയ പാലക്ക് കണ്ടോ. പാലക്കൊക്കെ ഇതിനിടയിൽ നട്ടിട്ടുണ്ട്. പാലക്ക് ചെറുതായി ആയി വരുന്നതേ ഉള്ളൂ. എഴുന്നേക്ക്. പാലക്ക്, പയറ്, ചീര, ചീര, കൂടുതലും ചീര കേട്ടോ. കാണുന്നതെല്ലാം ചീരയാ. പച്ചയും ചുവപ്പും ചീരയാ എന്നാ രസമാണെന്ന് നോക്കിയേ. നല്ല ഭംഗി കാണാൻ. ഇത് കിളുത്ത് കഴിയുമ്പോഴായിരിക്കും നല്ല ഭംഗി വരുന്നത്. ആ സമയത്ത് വരുവാണെങ്കിലല്ല, ഇടയ്ക്ക് ഞങ്ങൾ ഈ വഴിയാണ് നമ്മൾ ടൗണിലേക്ക് പോണത്. അപ്പം പറ്റുവാണെങ്കിൽ ഇനി ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരാവേ. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങളിത് ആ ചീരയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന വഴിയിലേക്ക് ഞങ്ങൾ പോവാട്ടോ വെറുതെ. അപ്പോൾ ഇന്ന് നടന്നത് കൊണ്ടാട്ടോ നിങ്ങളെ ഞാൻ ഈ ചീരയൊക്കെ കാണിച്ചു തരാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും വണ്ടിയിൽ പോകുമ്പം വണ്ടി നിർത്തി അങ്ങനെ കാണാൻ സമയം കിട്ടാറില്ല. നമ്മൾ വേഗം അങ്ങ് പോകത്തില്ലേ. ഇപ്പം നടക്കുന്ന കൊണ്ടാണ് നിങ്ങളെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തന്നത്. അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. വണ്ടി നിർത്തി നമ്മൾ എവിടെയെങ്കിലും തിരക്കാക്കി പോവല്ലേ. തിരക്കാക്കി പോകുമ്പം കാണിക്കാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. കണ്ടോ, ഇതുപോലെ തുണി ഇങ്ങനെ മറച്ച് കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പാടം. എന്താ ഭംഗി നോക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഒരു കടപ്ലാവയിൽ നിറച്ച് കടച്ചക്ക കായ്ച്ച് നിൽക്കുന്നത് കണ്ടിട്ട് കൊതി വന്നേ. ഇവിടെ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നല്ല വിലയാട്ടോ കടച്ചക്കൊക്കെ. ഒരു കടച്ചക്കയ്ക്ക് 60-70 രൂപയൊക്കെയാണ്. പിന്നെ കമ്പിളി നാരങ്ങ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കമ്പിളി നാരങ്ങയൊക്കെ നിൽപ്പുണ്ടേ. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് പൂവേട, ഇത് കാക്കയുടെ, ഇതാണ് ചിരകത്തിൻ്റെ. ഇത് ഓക്കെ, ഇത് കണ്ടിട്ട്
അപ്പോൾ ദാ ഒരു ചെറിയ കുഞ്ഞു നടത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദാ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ചായയൊക്കെ ഇട്ട് കുടിച്ചേ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വിശേഷം. നമ്മുടെ കുഞ്ഞു വിശേഷം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്